അപ്പോൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ ആമുഖമൊന്നും ഇല്ലാതെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. നമുക്കിപ്പം ഈ ചൂരൽമല ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരുപാട് കാര്യങ്ങൾ, അനർത്ഥങ്ങൾ സംഭവിച്ചറിയാം. ഒരുപാട് മരണങ്ങളും കാര്യങ്ങളും. പക്ഷെ അതിനകത്ത് ഒരുപാട് ആളുകൾ, ഒരുപാട് ആയിരക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം, സന്നദ്ധ സംഘടനകൾ അറിയാതെയും ഒരുപാട് ആൾക്കാർ വന്ന് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ. അപ്പോൾ അന്നേരം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നയിടത്ത് ഒരുപാട് വേണ്ടാത്ത വിമർശനങ്ങൾ നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. പരദൂഷണം, എന്ത് ചെയ്താലും കുറ്റം. സാമ്പത്തിക ലാഭമില്ലാതെ വന്ന സന്നദ്ധ സംഘടനകളിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് അവിടെ സഹായിക്കുന്നുണ്ട്. കാരണം അവരുടെ നല്ല മനസ്സാണ് അവിടെ. അവരുടെ നല്ല മനസ്സൊന്നും അറിയാൻ അവിടെ ആരുമില്ല. അവരെ കുറ്റം പറയാൻ എപ്പോഴും ആൾക്കാരുള്ളൂ. കാരണം അവർ നല്ലൊരു ആഹാരം സമയത്തിന് ഭക്ഷണമൊന്നും കഴിക്കാതെ, ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ഭക്ഷണം പോലും ചിലപ്പോൾ തികയത്തുണ്ടാവില്ല. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. കാരണം കുറേ പേരൊക്കെ പോയി. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഈ നല്ല മനസ്സോടെ വന്ന് എന്തും ചെയ്യാൻ, ഈ മനുഷ്യത്വം ഓർത്ത് എന്തും ചെയ്യാൻ, ഒരാളുടെയെങ്കിലും ജീവൻ തിരിച്ചു പിടിക്കാൻ, ഒരാൾക്കെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് ദൂരനാടുകളിൽ നിന്നൊക്കെ വന്ന്, നമ്മുടെ കേരളക്കരയിൽ നിന്നൊക്കെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള ആൾക്കാർ ചെന്ന് അവിടെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ കുറ്റം പറയുന്ന ചില ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഒരു സ്പൂൺ ഒരു മണ്ണെടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടാനോ, ഈ നാട്ടിലിരുന്നോണ്ട് അല്ലെ ദൂരെ ഇരുന്നോണ്ട് ഈ ഫോണിൽ കൂടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ പരദോഷണം പറയാനല്ലാതെ നിങ്ങൾക്കൊക്കെ വേറെ വല്ലതും അറിയാമോ? അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല. അവരെക്കുറിച്ച് അവർ ശൂന്യമാണ്, ബിഗ് സീറോയാണ് അവർ. അവരെ കൊണ്ട് ഒന്നിനും കൊള്ളിക്കത്തില്ല. അവർക്ക് ഇതിന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയാനുള്ള കാര്യം, ഓരോരോ പ്രമുഖ വ്യക്തികൾ, അതായത് നമ്മുടെ മോഹൻലാൽ, സുരേഷ് ഗോപി, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പം കാണാനായി, സ്ഥലം സന്ദർശിക്കാനായിട്ട്, ദുരിതമുഖം കാണാനായിട്ട്, അതേ ചൂരൽമല കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ മോഹൻലാൽ വന്നപ്പം എങ്ങനെയാണ് സൈനിക വേഷത്തിലാണ് വന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം വന്നതെന്നൂടെ ഓർക്കണം. അദ്ദേഹത്തിന് നല്ലൊരു പദവി കിട്ടിയിട്ടുണ്ട്. അത് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്ത ഒരു പദവിയാണ്, ലെഫ്റ്റനന്റ് കേണൽ പദവി. അത് നമുക്ക് ആർക്കെങ്കിലും കിട്ടുമോ? ഈ ചുമ്മാ ആവുകൊണ്ട് ഈ പാഴ്വാക്ക് പറയുന്നവർക്ക് കിട്ടുമോ? അത് അദ്ദേഹത്തിന് അതിന് യോഗ്യത ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കിട്ടിയത്. ആ യൂണിഫോം ഇടാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വേഷം ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഗൗരവം, അതായത് ആ പദവിയുടേതായ ഗൗരവം അദ്ദേഹത്തിൻ്റെ രക്തത്തിലെ ഒന്നുകൂടെ ഒരു ആവേശം, നമ്മുടെ ആ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ആ ഒരു മനസ്സാണ് അവിടെ. നമ്മൾ ആ വരവിൽ, അത് ആ യൂണിഫോം ഇട്ടതിനായാലും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിൽ 3 കോടി രൂപയോളം സംഭാവന ചെയ്തിട്ടുണ്ട്. ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. അപ്പം നമ്മളൊരു 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്, ഒരു പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം അനൗൺസ് ചെയ്യും. അപ്പോൾ ഒറ്റ രൂപ പോലും, ഒരു പൈസ പോലും ഒരു മനുഷ്യർക്ക് ഉപകരിക്കാത്ത ആൾക്കാരാണ് ചിലപ്പോൾ ഈ ഇരുന്ന് കുറ്റം പറയുന്നതെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഈ മോഹൻലാൽ അവിടെ വരുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് അവരുടെ ടീ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ അവിടെ പോയി ഒരുപാട് കാലം താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരെ അറിയാം, അവിടുത്തെ സ്കൂൾ അറിയാം. അദ്ദേഹത്തിന് അവിടുത്തെ നാട്ടിലുള്ള ആൾക്കാരാണ് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ നാടുമായിട്ട് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആ നടന്, മഹാനടന്, ആ നാടുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥലം കണ്ടപ്പോൾ ഓർമ്മകൾ വന്നു. അതായത് ഈ ഭക്ഷണം വരെ കൊണ്ടുകൊടുത്ത ആൾക്കാരുടെ മുഖം, അവരൊക്കെ ഈ ദുരന്തത്തിൽ മരിച്ചു പോയിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു ഓർമ്മ അദ്ദേഹത്തിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആ സ്കൂള് പോലും നല്ല ഒരു ഓർമ്മയുള്ള സംഭവമാണ്. അതായത് ആ നാടിന് നല്ലൊരു പരിചയമുണ്ട് മോഹൻലാൽ എന്ന വ്യക്തിക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോയതും കൂടുതലായിട്ട് അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമായിട്ട് ഓർക്കേണ്ട കാര്യമുണ്ട്. പരദൂഷണം പറയാൻ എളുപ്പമുണ്ട്, പക്ഷേ അതിനകത്ത് നമ്മൾ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. സൈനിക വേഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ പദവിയെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഇട്ടിരിക്കുന്നൊരു വേഷമാണ്. ഒരു ഡോക്ടർക്ക് അതിടാൻ പറ്റുമോ? അല്ലെന്നുണ്ടെങ്കിൽ ഒരു അധ്യാപികയ്ക്ക് അതിടാൻ പറ്റുമോ? ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിനെ അതിടാൻ പറ്റുള്ളൂ. ഒരു യൂണിഫോമിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അത് ആദ്യം മനസ്സിലാക്കണം. കാക്കി വേഷം, ഡോക്ടർക്കുള്ള വേഷം, അതിനെല്ലാം ഓരോരോ വാല്യൂ ഉണ്ട്. വക്കീലിൻ്റെ വേഷം, അതിനെല്ലാം ആ യൂണിഫോം, ആ ഒരു കോട്ടിനെല്ലാം
അതിൻ്റെതായ വാല്യൂ ഉണ്ട്. സാധാരണക്കാർക്ക് ചുമ്മാ പറയുന്നവർക്കൊക്കെ അതിടാൻ പറ്റും. അവർ അതിന് അർഹരാകുന്നത് കൊണ്ട് മാത്രമാണ് ആ യൂണിഫോം ഇട്ട് പോകുന്നത്. അതിനല്ല ഇവിടെ ഇരുന്നുകൊണ്ട് പരദൂഷണം പറയാന്ന് പറഞ്ഞാൽ അതത്ര വലിയ മഹാസംഭവമോ വലിയ മഹാകാര്യങ്ങളോ ഒന്നും അല്ല എന്ന് ഓർക്കണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.